ഇറ്റ്സ് ബൈ തന. അപ്പോൾ ഇന്ന് വിശാഖം ദിനത്തിലെ പൂക്കൾ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കാണ്. അപ്പം മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഹേ ഗായ്സ്, എന്നത്തെയും പോലെ ഞങ്ങൾ കിഴക്കേനടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തയ്ക്കും പപ്പയ്ക്കാണെങ്കിൽ പൂക്കളം കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പോകുന്നതിൻ്റെ ഉള്ളിൽ എനിക്ക് മൊബൈൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു, പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. മമ്മി ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിച്ചിട്ടുണ്ടാവുന്നത് അവരാണ്. അങ്ങനെ അവിടെ എത്തി. പൂക്കളം വരച്ചിട്ടുള്ളൂ, ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ വലിയ സന്തോഷമായി ടൈമിലെത്തി എന്നുള്ളതിൻ്റെ. അങ്ങനെ അതാ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ സ്ഥിരം പോകുന്നതുകൊണ്ട് കുറേ പരിചയക്കാരെ കിട്ടി. അപ്പോൾ ചിന്തയ്ക്കും പപ്പയ്ക്കും ആണെങ്കിൽ ഡാഡിയുടെ ഫ്രണ്ട്സ് വിജീഷ് അങ്കിളിനെയും വിനോദ് അങ്കിളിനെയും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കൂടെയാണ്. പിന്നെ എന്നെ വേണ്ട അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ രണ്ടുപേരും. പപ്പ കൂടുതൽ ഓടി നടക്കുകയാണ് ചെയ്യുക. പക്ഷെ ചിന്തയാണ് അവരുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിക്കുക, വിശേഷങ്ങളൊക്കെ പറയും അന്നത്തെ. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജീഷ് അങ്കിളിൻ്റെ അടുത്ത് ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിന്തിക്ക് ഇഷ്ടപ്പെട്ട ലോലിപോപ്പ് കുറേ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. വിജീഷേൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കംഫർട്ടബിളാണ് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ രണ്ടുപേരുടെയും പുറകെ നടന്നിട്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. അങ്ങനെ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നടക്കണം. അതിനിടയ്ക്ക് അവരവിടെ മണ്ഡപത്തിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ചിന്തയിരുന്ന് സംസാരിക്കുന്നു, ഇടയ്ക്ക് പിണങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ പൂക്കൾ നുല്ലുന്നുണ്ട്. അപ്പോൾ അതിനടുത്ത് പോയില്ല, കാരണം വിജീഷേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ഒരു ഇരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇൻട്രോ എടുക്കാൻ പോകാനും ഒക്കെ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ അവരവിടെ ഇരിക്കുന്നത് കൊണ്ട്. ഓടുമ്പോഴാണ് നമുക്ക് ടെൻഷൻ, എങ്ങോട്ടാണ് ഓടാ എന്താണെന്നൊക്കെ ഉള്ള ടെൻഷനായിരിക്കും. ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ അവിടെ പോയിരിക്കുമ്പോൾ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, അമ്പലവും പരിസരവും എല്ലാം പോസിറ്റീവ് എനർജി തരും അല്ലേ. അപ്പോൾ ഞങ്ങളാണെങ്കിലും സ്ഥിരം ഇപ്പോൾ അവിടെ പോവാണ്. ഇപ്പം അടുപ്പിച്ച് അവിടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ മക്കൾക്കാണെങ്കിലും ആ ഒരു സമയമാകുമ്പോൾ പോവാതിരിക്കാൻ വയ്യ. എത്ര ഉറക്കം വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ പോവും, ഷൂട്ട് ചെയ്യും. ചിലപ്പോൾ നേരത്തെ വരും, അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് കേട്ടോ. അത്തം തൊട്ടേ ഇതൊരു ശീലമായി മാറി ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ പോകൽ. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് നടക്കുമ്പോൾ അവരവിടെ ഇരുന്ന് സമാധാനമായിട്ട് പൂക്കളം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് പണികളൊക്കെ ഒതുക്കിയിട്ട് വീണ്ടും അമ്പലനടയിലെത്തിയേക്കാണ്. വിശാഖം ദിനത്തിലെ പൂക്കളം മൊത്തത്തിലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഞാനവിടെ എത്തി പൂക്കളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ ശ്രീരാമനെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മനോഹരമായിട്ട് തന്നെ പൂക്കളത്തിൽ ആ ശ്രീരാമൻ്റെ രൂപം വരച്ചിട്ടുണ്ട്. നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് കാണാനും മനസ്സിനും നല്ലൊരു സന്തോഷം തോന്നി. അങ്ങനെ ഞാനവിടെ ഇങ്ങനെ നടക്കാറ് കേട്ടോ, വീഡിയോസ് എടുത്തിട്ട്. അതിനിടയ്ക്ക് ലൈവൊക്കെ കൊടുത്തിരുന്നു. ആർക്കെങ്കിലും ലൈവ് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ലൈവ് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ ട്രിവാൻഡ്രത്തുള്ളപ്പം കുറച്ച് നാൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു കന്യാകുമാരിയിൽ. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് അഖിൽജിത്ത്, ആളും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പൂക്കളത്തിൻ്റെ. അപ്പോഴാണ് അവരെ കണ്ടത്. അപ്പോൾ കണ്ട എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നമ്മൾ വീഡിയോയുടെ കാര്യമൊക്കെ വിട്ടുപോയി. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അവരെ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞു മോനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അത് ആ ഒരു സന്തോഷത്തിലായിരുന്നു.
ഗായ്സ്, അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടത്. ഭയങ്കര സന്തോഷം തോന്നി. ആളും വൈഫും കുട്ടീനെയൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ അത് വലിയൊരു സന്തോഷമായി. അവർക്ക് തിരക്കുള്ളതുകൊണ്ട് വീട്ടിലേക്കൊന്നും ക്ഷണിക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഇന്ന് നല്ല ഡബിൾ ഹാപ്പി ആയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. കുറേ വർഷത്തിന് ശേഷമാണ് അവരുടെയൊക്കെ കാണുന്നത്. അവർ ട്രിവാൻഡ്രത്തുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ, സീ യു.